റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ, ഒപ്പം തന്നെ കൃഷിമന്ത്രി ടി സിദ്ദീഖ് എന്നിവർ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളത്. അതിനോടൊപ്പം ഐ സി ബാലകൃഷ്ണൻ എം.എൽ.എ, അത്തരത്തിൽ വിവിധ വകുപ്പ് മേധാവികളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ സന്ദർശന വേളയിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലമാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. അതിനുശേഷം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പോയിരിക്കുന്നത്. അവിടെ ഏകദേശം 40 കുടുംബങ്ങളുണ്ട്. ഈ ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പേരെയും അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. വയനാട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടവിട്ട് വയനാട് ജില്ലയിലും പ്രത്യേകിച്ച് ഈ മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ പുത്തുമല, ചൂരൽമല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സമീപത്താണ്. അതുകൊണ്ട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെയും കണ്ടെത്താനായിട്ട് 24 മണിക്കൂർ പിന്നിട്ടുണ്ട് ഈ ഒരു അപകടം നടന്നതിന് ശേഷം. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. എങ്ങോട്ടാണ് ഇവർ പോയത്, അല്ലെങ്കിൽ എവിടെയാണ് ഇവർ പെട്ടുകിടക്കുന്നതെന്ന കാര്യത്തിൽ നിന്നൊരു വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ സജീവമായി പരിശോധനകൾ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഈ തെരച്ചിൽ സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നാണ് സാജിദ് അജ്മൽ കൂടി നൽകുന്ന വിവരങ്ങൾ. ഒരിക്കൽ കൂടി സാജിദിലേക്ക് പോവുകയാണ്. സാജിദ്, ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? തീർച്ചയായും 1.5 കിലോമീറ്റർ മാത്രമേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഉള്ളൂ. ഫൈസൽ നെടുമ്പാലയും സംഘവും അവിടെ ഉണ്ട്. മുഖ്യമന്ത്രി ഉടൻ എത്തും. അവിടെ ഉള്ള ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് ഉടൻ ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും ഈ ദുരന്തത്തിന് ശേഷം പിറ്റേ ദിവസം മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. ഇതിൽ സാധാരണ ഒരു പ്രകൃതി ദുരന്തം എന്നുള്ളതിനപ്പുറത്ത് ചില വിവാദങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു ദുരന്തമാണ്. കാരണം ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് ആദ്യം പറയുന്നത് ഈ വയനാട് ജില്ലയുടെ ചുമതല കൂടിയുള്ള ഈ കൽപ്പറ്റ എം.എൽ.എയുമായ ടി സിദ്ദീഖാണ്. അദ്ദേഹം ആണ് ആദ്യം ഇത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറയുന്നത്. അത് സർക്കാർ സംവിധാനങ്ങൾ. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പോളിടെക്നിക് കോളേജ് ഉണ്ട്. അവിടെയാണ് ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. അവിടെ മുഖ്യമന്ത്രിയും സംഘവും എത്തിയിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകദേശം 112ഓളം ആളുകളുണ്ട്. അവരെ സന്ദർശിക്കും. അവിടുത്തെ സാഹചര്യമൊക്കെ വിലയിരുത്തും. മുഖ്യമന്ത്രിക്കൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റവന്യൂ മന്ത്രി എ പി അനിൽകുമാറുണ്ട്, കൃഷിമന്ത്രി ടി സിദ്ദീഖ് ഉണ്ട്, ഐ സി ബാലകൃഷ്ണൻ എം.എൽ.എ, ഒപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. അവിടെ നിന്ന് നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ഈ ദുരന്തമുണ്ടായിരുന്ന സ്ഥലം സന്ദർശിച്ചു. അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി, പരിശോധന എങ്ങനെ നടക്കുന്നുവെന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തി. അതിനുശേഷം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലെ സാഹചര്യത്തിൽ പരിശോധിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇനി നേരെ അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ 7 പേരും ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്കാണ്. അതിനുശേഷം കലക്ട്രേറ്റിൽ ഒരു അവലോകന യോഗം ചേരും. അതിനുശേഷം ചില പ്രഖ്യാപനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ സാജിദ് അജ്മലും റിപ്പോർട്ട് ചെയ്തത്.